നമസ്കാരം, എൻ്റെ പേര് സജീന. ഞാൻ കൊല്ലം കരിക്കോട്ടുനിന്നാണ് വരുന്നത്. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ 4 മക്കളാ. 3 പെണ്ണും ഒരാണും. മൂത്തത് ഞാനാട്ടോ. ബാക്കി എല്ലാവർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ വാപ്പാടെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വത്ത് എന്താന്ന് പറഞ്ഞാൽ പേടി. ഒരു വെള്ള പേപ്പറിനകത്ത് ഒരു വട്ടം വരച്ച് അതിന് 2 കണ്ണും കൊടുത്ത് യക്ഷി എന്നൊന്ന് എഴുതി കാണിച്ചാൽ മതി. അപ്പോഴേ ബോധം കെട്ട് നിരത്തി വീഴും. എന്തിനാ? രാത്രി കിടക്കുന്ന സമയത്തെ അറിയാതൊന്ന് തിരിഞ്ഞാലേ പോലീസിന്റെ സൗണ്ട് കേട്ട് സ്വയം പേടിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാൻഡേജ് ചുറ്റി വെച്ചിട്ട് കിടക്കുന്ന പാർട്ടികളാണ് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തേ കല്യാണി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. ഈ അമ്മയുടെ സ്വഭാവമാണെങ്കിൽ അറുത്ത് കഴിക്ക് തുപ്പൽ പോലും തൊട്ട് കഴിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ വലിയ കാര്യം കേട്ടാ. കാരണം എന്തുവാ? അവർക്ക് കൂട്ടുകിടക്കാൻ പോകുന്നത് ഞങ്ങളാ. അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാ. അപ്പൊ ഈ അമ്മ ഒരു വരിച്ചിൽ കട്ടിലിനകത്താണ് കിടക്കുന്നത്. അപ്പൊ ഞങ്ങളെന്താ തട്ടടിക്കാരുടെ പലക ഉണ്ടല്ലോ അതെല്ലാം നിരത്തിയിട്ടിട്ട് അതിന്റെ പുറത്ത് പായും വിരിച്ചാ കിടക്കുന്നത്. ഈ കിടന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ പരിച്ചില് കട്ടിലിനകത്ത് ഇല്ല കൊച്ചുങ്ങൾ തൊട്ടിലി കിടക്കുന്ന കണക്ക് കണക്ക് ഈ അമ്മ ഇങ്ങനെ കിടക്കുന്ന നല്ലോണം കാണാം. ഒരു ദിവസം പാതിരാത്രി ആയപ്പം അറിയാതെ ഞാനൊന്ന് കണ്ണു തുറന്ന് അങ്ങോട്ടൊന്ന് നോക്കിപ്പോയി. എന്റെ പൊന്നെ, എന്റെ സർവ്വ നാഡീ നരമ്പുകളും അങ്ങ് തളർന്നുപോയി. നോക്കിയപ്പോൾ ഒരു രൂപം കട്ടിനുറത്തെണീറ്റ് ഇരിക്കുന്നു. അത് മാത്രമാണ് തുമ്പത്തൊരു ചെറിയ തീകോളം കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടതും എനിക്ക് അടുത്ത് കിടക്കുന്നവരെ വിളിക്കാൻ പോലും പേടി. എന്തിനാ? കയ്യൊന്ന് എത്തിയാലേ തലയ്ക്കും പാട്ട് മണ്ണെണ്ണ വിളക്കും തീപ്പെട്ടി ഇരിപ്പുണ്ട്. എടുത്തൊന്ന് കത്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്താ എനിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും. അത്രയ്ക്ക് പേടിച്ചു കൂറിയാ ഞാൻ. എന്നാലും ഇത് കണ്ടുപോയില്ലേ, എന്താണ് സംഗതി എന്നറിയണമല്ലോ. ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു തീപ്പെട്ടി എടുത്ത് ഒരൊറ്റ ഏറം കൊടുത്ത് എറി കൊണ്ടതും എൻ്റെ അയ്യോ എന്ന് പറഞ്ഞൊരു നിലവിളി. ഭാഗ്യം ആ നിലവിളി ആ കിളവിയുടെ തന്നെയായിരുന്നു. അഗാധമായ നിദ്രയിൽ കിടന്ന എൻ്റെ അനിയത്തിമാര് ഈ വിളി കേട്ടോണ്ട് എന്തിനാ കിടന്ന് അലറിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സംഗതി എന്തുവായിരുന്നു? ഈ പരട്ട കിളവി പച്ച പാതിരാത്രിക്ക് എണീറ്റിരുന്ന് ബീഡി വലിക്കുമായിരുന്നു. ഇവർക്ക് ഈ ബീഡി വലിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നിർത്തി. അന്നത്തോടു കൂടി ആ വീട്ടിലെ കൂട്ടുകിടപ്പ് ഞങ്ങളെ നിർത്തി. ആരെക്കൊണ്ടാവും പേടിച്ച് ചാവാൻ. പിന്നെ പണ്ട് കറണ്ട് കട്ടിങ്ങുള്ള സമയമല്ലേ, കറണ്ട് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് പാപ്പ ഒരു കുപ്പി എടുത്ത് ഞങ്ങളെ തരും. തന്നിട്ട് പറയും ബാവുണന്റെ കടയിൽ ചെന്ന് കറണ്ട് മേടിച്ചുകൊണ്ട് വരാൻ. ബാവുണന്റെ കടയിൽ പോകുന്നതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വാർത്ത വീടുണ്ട്. ആ വീട്ടിലാണെങ്കിൽ 3 പേര് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. ആ വീട്ടിൻ്റെ അടുത്ത് എത്തുന്ന ഉടനെ യാ അലി എന്ന് പറഞ്ഞോണ്ട് ഒറ്റ ഓട്ടം ഓടുന്ന ഞാനും അവനും കൂടെ. ഒരു ദിവസം ഇത് കണക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മതിലിന്റെ അപ്പുറത്ത് ഒരു പ്ലാവുമര നിന്ന് ഭയങ്കര കുലുക്കം എന്ന് പറഞ്ഞ് ഒരാൾ പിടിച്ചിട്ട് കുലുക്കുന്ന കണക്ക് ശക്തിയിലങ്ങ് കുലുങ്ങുക. കാറ്റില്ല, പെശരില്ല, ഒന്നുമില്ല. ഇത് കണ്ട് ഞാൻ അവിടെ അങ്ങ് സ്തംഭിച്ചു പോയി. ഒരു കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ പേടിച്ചങ്ങ് നിൽക്കുക. ആങ്ങളെയാണെങ്കിൽ നാക്കിന് സ്വാധീനം ഉണ്ടവന്. എൻ്റെ നാക്കും അങ്ങ് താന്നു പോയി. ഇവൻ കിടന്ന് അലറി വിളിച്ച് സൗണ്ട് കേട്ടോണ്ട് അടുത്ത വീട്ടിലെ ചേച്ചി അണ്ണനും ഓടി വന്നപ്പോഴത്തേക്ക് കറണ്ട് വന്ന് നോക്കിയപ്പോൾ എന്തുവാ, ആ പ്ലാവിനകത്ത് ഒരു പശുകിടാവിനെ കെട്ടിയിട്ടിരിക്കുന്നു. അത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയ ഓട്ടവാ ഈ കിടന്ന് അനങ്ങിയത് മൊത്തം. കുട്ടിക്കാലത്തെ ഭയങ്കര ആർഭാടത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. വർഷത്തിൽ വലിയ പെരുന്നാളിന് മാത്രമേ ഡ്രസ്സ് എടുക്കൂ. അത് എന്തുവാ, ചൈനീസ് സിൽക്കിൻ്റെ ഒരു സാരി മേടിക്കും. 3 പേർക്ക് ഒരേ ചുരിദാർ. അവിടെ തീരും ഞങ്ങളുടെ ആഘോഷം. ഞങ്ങൾക്കൊരു ബന്ധുവുണ്ട്. അവിടെ വാപ്പ അങ്ങ് ഗൾഫിലാ. മാസം തോറും അയച്ചു കൊടുക്കുന്ന പൈസയിൽ സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കും. ഇത് എടുക്കുന്നതിനെക്കാട്ടി സന്തോഷം ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഞാൻ ചെന്ന് പറഞ്ഞു, ഡി നിന്റെ ഒരു ചുരിദാർ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും തരണേന്ന്. തരാന്ന് സമ്മതിച്ചു. സമയമായപ്പോൾ ചെന്ന് ചോദിച്ചോ പറയാ, അതെ ചുരിദാർ ഞാൻ തരത്തില്ല. എന്താന്ന് വെച്ചാലേ ഫ്ലാഷ് അടിച്ചാൽ ചുരിദാർ നരച്ചു പോകുന്നു. തന്നില്ല. സത്യം. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ കാലചക്രം കറങ്ങി തിരിഞ്ഞ് ഇവളെ അതേ അവസ്ഥയിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ ഭാഷി വൈരാഗ്യമൊന്നും കാണിച്ചില്ല കേട്ടാ. പിന്നെ അവളും ഞാൻ തമ്മിൽ എന്തോ വ്യത്യാസം. ഞാൻ കൊണ്ടുവന്ന് എൻ്റെ അലമാരി അങ്ങ് തുറന്നിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഡേ നിനക്കിഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. സത്യത്തിൽ അവളുടെ കണ്ണ് രണ്ടും അങ്ങ് നിറഞ്ഞു കേട്ടാ. അലമാരിലോട്ട് നോക്കി അവളുടെ കണ്ണും അങ്ങ് തള്ളി. എന്തുവാ, 2 ചുരിദാർ അധികം കഴുകി തേച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണമാണെങ്കിൽ ആ കഷം കീറിയത്. അപ്പോഴും അവള് മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് തെളിയിച്ച് ആ കീറാത്ത ചുരിദാർ അങ്ങ് എടുത്തോണ്ട് പോയി. ഇന്ന് വരെ എനിക്കത് തിരിച്ചു തന്നിട്ടില്ല. ഞാനോട്ട് ചോദിച്ചിട്ടുമില്ല. അപ്പം എൻ്റെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കേ. ആ കീറിയ ചുരിദാറും ഞാനും മാത്രം. ഞങ്ങൾക്കൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളെ വലിയമ വരണം. വന്നു കഴിഞ്ഞാൽ കെട്ടുകണക്കിന് സാധനം കൊണ്ടുവരുന്നത്. വളകളായാലും മാലയായാലും ബോയായാലും ഡ്രസ്സായാലും എല്ലാം കൊണ്ടുവരുന്ന വളകളിൽ ഏറ്റവും ചുറ്റുവള അറിയാവോ? ആ വള സ്പ്രിങ് വള. അതാ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. അതിൽ നിന്നൊരു വളയങ്ങ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ലൈഡൊക്കെ കുത്തിത്തരും. എന്നിട്ട് ഇവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ കുത്തും. അപ്പോൾ ബാക്കി ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് തട്ടി കളിക്കുക. ഇല്ല, അതങ്ങ് പൊട്ടിച്ചെടുക്കും. അതെടുത്തിട്ട് അടുത്താകെ വെച്ച് കൊടുക്കും. പിന്നെ ഗൾഫിൽ പണ്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് റോസാപ്പൂക്കളുണ്ടല്ലോ, അത്
ഇഷ്ടം പോലെ പല സൈസ് വലുതും ചെറുതും ഇത് എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ്. ഈ ചുറ്റുവള കൂടാതെ മുടി കാണാൻ പറ്റാത്ത രീതിയിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഞങ്ങളെ തലയങ്ങ് അലങ്കരിക്കും. കൊണ്ടുവരുന്ന ഡ്രസ്സ് എങ്ങനത്തെയാ? സിൻഡ്രല രാജകുമാരിമാർ ഇടുന്ന നടക്കത്ത ഫ്രോക്ക്. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കെ. ആ ഫ്രോക്ക് വിട്ട് ചുറ്റുവളയും തലയെ വെച്ച് തല നിറച്ചു ആ പൂക്കളായിട്ട് ഞങ്ങളെ വെളിയിലോട്ട് കൊണ്ടിറക്കിയ സത്യം ഞങ്ങളെ വീട്ടിലെ കോഴിയുണ്ടല്ലോ, എവിടം വരെ ഓടാമോ അവിടം വരെ ഓടിച്ചിട്ട് ഞങ്ങളെ കൊത്തും. സത്യം പറയുന്നത്. പിന്നെ അന്ന് ഞങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാനാണ് പോയത്. ബസ്സിലോട്ട് ചെന്ന് കയറി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരു പെണ്ണിൻ്റെ കൈതട്ടി എൻ്റെ ഇവിടെ കുത്തിയുന്ന സ്ലൈഡങ്ങ് പോയി. ഒന്ന് ആലോചിച്ചോക്കെ. ചുറ്റിവള ചുരു കണക്കൊന്ന് ഒറ്റ അടിച്ചേ കുറ്റിക്ക്. ഞാൻ ചുറ്റുവള ഇങ്ങനെ നിൽക്കുക. കണ്ണീന്ന് പൊന്നീശയാണോ കുരുട്ടീശയാണോ എന്തോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കിടന്നങ്ങ് കാറി. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനുശേഷം ഈ ചുറ്റുവള പരിപാടി വലിയ വിഷയം നിർത്തി. അതിനുശേഷം അതിലും ഹൊററായിരുന്നു ബോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ബോ എന്തുവാന്ന്. പണ്ടത്തെ ബോ കണ്ടിട്ടുണ്ടാ? ഇത്രയും വീതി കാണും. ഈ ബോ മാത്രമല്ല, അതിന് രണ്ട് സൈഡും രണ്ട് പ്ലാസ്റ്റിക് പൂവും കാണും. ഈ പ്ലാസ്റ്റിക് കുട്ടികളുടെ കളി ഞങ്ങൾ വലിമിച്ചിട്ടില്ല. ഇത് കൊണ്ടുവന്ന് തലയിലോട്ട് വെച്ച് തരും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് നടന്നു പോകുമ്പം ഫ്രണ്ടിൽ വരുന്നവർ വയ്ക്കും, ആ ഇന്ന് വലിയ മിച്ചിയും കൊച്ചുമക്കളും എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്നവരുടെ മുഖം ഒന്ന് കാണണമെങ്കിൽ ഇങ്ങനെ വകഞ്ഞു മാറ്റി നോക്കണം. അതുമാതിരി കണ്ണ് പറഞ്ഞ പൂവാണ് ഇവിടെ കിടക്കുന്നത്. ഈ പൂ തട്ടി 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 കണ്ണ് രണ്ടും അകത്ത് പോകും. പിന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷ വരണമെങ്കിൽ കണ്ണെന്ന് പുറത്ത് കളാൻ, റിസൾട്ട് വരുമ്പോഴേ കണ്ണ് തള്ളിക്കോളുമല്ലേ, അതാ പരിപാടി. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങളെ വലിയ വെച്ച് വരുന്നത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തന്നെ കേട്ടാ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു നാലേക്ക് ഈ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എന്തിനോ ഇത്രമാത്രം ഇട്ടങ്ങ് ഒരുക്കുന്നേന്ന് പിന്നെല്ലാം എൻ്റെ ഗുഡൻസ് മനസ്സിലായത്. പണ്ട് വലിയ വെച്ചിക്ക് ഇങ്ങനെ കൊരിഞ്ഞു കിടക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അന്ന് മേടിച്ചു വെച്ചാൽ വളകൾ കൊണ്ടുവന്ന ഈ പരിപാടി അങ്ങോട്ട് കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.